ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. നിരപരാധികൾക്ക് നേരെ അതിക്രമം കാണിച്ചവർ ആരായാലും നിയമം അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് പോലീസിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട എല്ലാ ഓൺലൈൻ ഡാറ്റയും സംരക്ഷിക്കണം. സ്വതന്ത്ര അന്വേഷണത്തിനെതിരല്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. സുമോദ് ദില്ലിയിൽ വിശദാംശങ്ങളുമായി. സുമോദ്, രാജ്യമാകമാനം ഈ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ നരനായാട്ടിനെതിരെ പ്രതിഷേധിച്ചതാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ആ പ്രതിഷേധങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. കേന്ദ്രം ഇന്ന് എന്തെല്ലാമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വാദിച്ചത്? കോടതിയുടെ നിലപാടെന്തായിരുന്നു? സൈഫുദ്ദീൻക്ക് ഈ തരത്തിലുള്ള നരനായാട്ടിന് ശേഷം അടുത്ത ദിവസം തന്നെ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയെങ്കിൽ പോലും അഭിഭാഷകനത് പറഞ്ഞപ്പോൾ ഇടപെടാൻ മടിച്ചു നിന്ന സുപ്രീം കോടതി ഇന്ന് വളരെ ശക്തമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും, അത് എല്ലാ സംസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ മധ്യപ്രദേശ്, കേരളം, UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ സംസ്ഥാനങ്ങളിലെ ഏജന്മാർ ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടികളാണ് വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമായി മറുപടി നൽകണം എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഒരു ഉന്നതതല അന്വേഷണ സംഘത്തെ തീരുമാനിക്കും. അത് ഏതായിരിക്കണം എന്നുള്ളൊരു കാര്യം തുടർവാദത്തിന് ശേഷവും ഇവരുടെ നടപടി കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മറ്റൊരു നിർണായക ഇടപെടൽ കൂടി ഇടക്കാല ഉത്തരവിലൂടെ സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. അതായത് ഈ 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളെ പല സംസ്ഥാനത്തും ഇപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പേരിൽ കസ്റ്റഡിയിൽ വെച്ചതായിട്ട് ഈ വാദത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ ഉടനടി വിട്ടയക്കണം. ഒരു ഉപാധികളും പാടില്ല. പക്ഷേ വിദ്യാർത്ഥികളിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെങ്കിൽ അവരുടെ കാര്യം പ്രത്യേകം പരിഗണിക്കാം എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഹർജിയിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുള്ള ഹർജി മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളും ഹർജിയുമായി എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ട് ഏതായാലും ഇതുവരെയുള്ള കോടതി നടപടിയുടെ ഭാഗമായിട്ട് തന്നെ പല കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതായത് ദൃശ്യങ്ങൾ കൃത്യമായി സൂക്ഷിച്ചു വെക്കണം. PCR ലോഗ് ബുക്ക് അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാവിധ രേഖകളും കൃത്യമായി സൂക്ഷിച്ചു വെച്ചതിന് ശേഷം അടുത്ത നടപടിയിലേക്ക് കടന്നാൽ മതി എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏജന്മാരുടെ മറുപടി ലഭിച്ച ശേഷം വിശദമായ തീരുമാനമെടുക്കാം എന്നാണ് സുപ്രീം കോടതി തീരുമാനം. ഉന്നതാധികാര സമിതിയിൽ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസോ ആ കമ്മിറ്റിയിൽ ഒരു വനിതാ മുതിർന്ന അംഗവും ഉണ്ടാകും എന്നുള്ള ഒരു സൂചന കൂടി സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്.